അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു ആരാണ്, ഈ പഴയ നിയമ ഉടമ്പടി എന്താണ്, പുതിയ നിയമ ഉടമ്പടി എന്താണ്, അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു അവകാശപ്പെടുന്നത് താൻ മെസ്സിയയാണ്, താൻ ദൈവം തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഗുരുവോ അല്ലെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ ഒരു നല്ല പ്രവാചകനോ ഒന്നുമല്ല. കർത്താവ് പറയുന്നത് ഞാൻ ദൈവം തന്നെയാണ്, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. അതാണ് കർത്താവിൻ്റെ ക്ലെയിം. ആ ഐഡൻറ്റിറ്റിക്കെതിരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം കർത്താവിനെ ആദരിക്കാതിരുന്ന, കർത്താവിനെ സ്വീകരിക്കാതിരുന്ന, കർത്താവുമായിട്ട് വാഗ്വാദം നടത്തിയ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കർത്താവിനെ നീ ബേൽസെബൂലാണ്, അല്ലെങ്കിൽ നീ സാത്താനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കർത്താവിനെ വിളിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവ് ദൈവപുത്രനാണ്, കർത്താവ് മനുഷ്യപുത്രനാണ്, കർത്താവ് ദൈവം തന്നെയാണ്, മെസ്സിയാണ് എന്നൊക്കെയാണ് കർത്താവ് അവകാശപ്പെടുന്നത്. കർത്താവ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത്, ഈ പഴയ നിയമ ഉടമ്പടി, പുതിയ നിയമ ഉടമ്പടി, ഈ രണ്ട് ഉടമ്പടിയും വാസ്തവത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഉടമ്പടികളാണ്. മനുഷ്യനല്ല ആരംഭിക്കുന്നത്, ദൈവമാണ് ആരംഭിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ ഭാരതീയ മതങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങാണ്. ജൈനമതമായാലും ബുദ്ധമതമായാലും സിഖുകാരുടെ മതമായാലും ഹൈന്ദവ മതമായാലും നമ്മളൊക്കെ ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന ഒരു സമ്പ്രദായമാണ്. എന്നാൽ ഇവിടെ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ ദൈവം തന്നെത്താൻ അബ്രഹാമിന് വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് അബ്രഹാമിൻ്റെ മക്കളുമായിട്ട് ഒരു ഉടമ്പടി ദൈവം ചെയ്യുന്നു. അതാണ് ഈ പഴയ ഉടമ്പടി എന്ന് പറയുന്നത്. ആ പഴയ ഉടമ്പടിയുടെ ഗ്രന്ഥം എന്ന് പറയുന്നതാണ് തൗറ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അതിനകത്തൊരു ചെറിയ സെക്ഷൻ മാത്രമാണ് ഈ 10 കൽപ്പനകളും അത് കൂടാതെ 400 കൽപ്പനകളും അടങ്ങുന്ന ന്യായപ്രമാണം. ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് അല്ല തൗറ എന്ന് പറയുന്നത് മുഴുവനും. തൗറയ്ക്ക് ജനറലായിട്ട് ന്യായപ്രമാണം എന്നുള്ള പേര് പറയാറുണ്ട്. പക്ഷേ ന്യായപ്രമാണം കൂടാതെ അതിൽ കഥകളുണ്ട്, കവിതകളുണ്ട്, അതിൽ ചില ഉദാഹരണങ്ങളുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെയും മോശയുടെയും ദൈവവുമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അടങ്ങുന്നതാണ് ആ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഹിതം അറിയിക്കുകയാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ദൈവത്തിൻ്റെ വിൽ. ആ ദൈവത്തിൻ്റെ വില്ലിനകത്ത്, ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് ദൈവം അബ്രഹാമിൻ്റെ മക്കളോട് പറയണം, നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമൂഹം മൊത്തത്തിൽ, 1-2 ആളുകൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്ത് അതിനുള്ള ശിക്ഷ ആ സമൂഹത്തിനകത്ത് തന്നെ അതിന് കൊടുക്കാനുള്ള ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ആ സമൂഹം മൊത്തമായിട്ട് നിങ്ങൾ ഇന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ, പരസ്പരം സ്നേഹിച്ചും ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിച്ചും അങ്ങനെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിലുണ്ടാകും, ദൈവം നിങ്ങളുടെ നടുവിലുണ്ടാകും, അനുഗ്രഹം നിങ്ങളുടെ നടുവിലുണ്ടാകും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അനുഗ്രഹം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ജീവൻ ഉണ്ടാകുന്നത്. ദൈവം ജീവനാണ്. ദൈവം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥയാണ് മരണം. ദൈവവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കും. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ വിട്ടിട്ട് അന്യദേവന്മാരെ ആരാധിക്കാനായിട്ട് പോകും. നിങ്ങൾ ആദാമിനെയും ഹവ്വയെ പോലെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് സ്വേച്ഛ അന്വേഷിച്ച് പോകും. നിങ്ങൾക്ക് അധികാരമോഹം വരും. അങ്ങനെ വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയ ശേഷം മറ്റു ജനങ്ങളെ പോലെ നിങ്ങളായിത്തീരും. നിങ്ങൾക്കൊരു സവിശേഷത ഉണ്ടാവില്ല. നിങ്ങളെ ദൈവം അന്യജാതികളുടെ ഇടയിൽ ചിതറിപ്പിച്ച് കളയും.
അതിനുശേഷം നിങ്ങൾ അവിടെ വെച്ച് മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരും. മടക്കി കൊണ്ടുവരുന്ന സമയത്ത് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യും. ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്തിട്ട് ഈ കൽപ്പലകമേൽ മോശ മുഖാന്തരം തന്ന അതേ സ്നേഹമാകുന്ന ന്യായപ്രമാണം, ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കണം, നിങ്ങളെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന ആ പ്രമാണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. നിങ്ങൾ ദൈവത്തെ വ്യക്തിപരമായി അറിയുന്ന വ്യക്തികളായിത്തീരും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടാകും. ദൈവം നിങ്ങളുടെ പഴയ പാപങ്ങളൊക്കെ, ആ പാപങ്ങൾ കാരണമാണല്ലോ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ബന്ധം പോയത്, ദൈവം നിങ്ങളെ വിട്ടുപോയതും നിങ്ങൾ പ്രവാസത്തിലായി പോയതും. ആ പാപങ്ങളൊക്കെയും ക്ഷമിക്കും. ദൈവം നിങ്ങളുടെ പാപമോചനം നിങ്ങൾക്ക് തന്നിട്ട് പാപങ്ങളെല്ലാം ക്ഷമിച്ചിട്ട് നിങ്ങളുമായി നല്ല ബന്ധത്തിലേക്ക് വന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ മാംസമുള്ള ഹൃദയമാക്കി അതിനകത്ത് സ്നേഹമാകുന്ന ന്യായപ്രമാണം എഴുതി അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ദൈവവുമായി വ്യക്തിപരമായി ബന്ധപ്പെടുന്ന അങ്ങനെ ഒരു സമൂഹമാക്കി ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഇത് സംഭവിക്കുമ്പോൾ എന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകനാണ് യേശുക്രിസ്തു എന്നാണ് യേശുക്രിസ്തു അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ പഴയ നിയമത്തിൻ്റെ ഉടമ്പടി തെറ്റിപ്പോയത് എന്തുകൊണ്ടാണ്? പാപം മൂലമാണ്. അപ്പോൾ ആ പാപത്തിൻ്റെ പ്രായശ്ചിത്തം നടന്നെങ്കിൽ മാത്രമേ ഇനി ആ ഉടമ്പടി തിരിച്ച് ചേർക്കാനായിട്ട്, തിരിച്ച് ആ ഉടമ്പടിയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പാപത്തിൻ്റെ പ്രായശ്ചിത്തം കേവലം ദൈവത്തിന് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപിയായ ഒരു വ്യക്തിക്ക് പാപികളായ മറ്റുള്ളവർക്ക് വേണ്ടി പ്രായശ്ചിത്തം നടത്താൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാനവരാശി മുഴുവനും പാപത്തിന് അധീനരായി തീർന്നിരിക്കുകയാണ്. ആദം പാപം ചെയ്ത് തൊട്ടിട്ട് പിന്നെ വരുന്ന എല്ലാ മനുഷ്യരിലും പാപത്തിൻ്റെ എഫക്റ്റായ ശാപം എന്ന് പറഞ്ഞാൽ മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മരിക്കൂല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും മരിക്കില്ല എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും മരിക്കും. അപ്പോൾ എല്ലാവരുടെ മേലും ശാപമുണ്ട്, എല്ലാവരുടെ മേലും പാപത്തിൻ്റെ എഫക്റ്റ് ഉണ്ട്. എല്ലാവരും പാപത്തിൻ്റെ അധീനതയിലാണ് കഴിയുന്നത്. ഇതിൽ പരിശുദ്ധിയുള്ള, പൂർണ്ണ വിശുദ്ധിയുള്ള ഒരു വ്യക്തിയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി ദൈവം ഒരു ചെറിയ കാലയളവിലേക്ക് മൃഗബലി തന്ന് ആ പാപപരിഹാരം ഇസ്രായേലിനകത്തുള്ള പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആലയത്തിൻ്റെ ആ വ്യവസ്ഥയ്ക്കകത്ത്, ആ പഴയ നിയമ ഉടമ്പടിക്കകത്ത് അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതെന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, ഒരു മൃഗമെന്ന് പറഞ്ഞാൽ അതിന് പാപത്തെക്കുറിച്ച് ജ്ഞാനമില്ല. പാപത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ട് ശരി തെറ്റ് എന്നതും പാപം എന്താണ് എന്നുള്ളതും അറിയാത്തത് കൊണ്ട് അതിൻ്റെ മനസ്സാക്ഷി എപ്പോഴും ശുദ്ധിയുള്ള മനസ്സാക്ഷിയാണ്. മനുഷ്യർക്കാണ് ഈ ശരി തെറ്റ് ഇങ്ങനെയുള്ള ബോധ്യങ്ങളും മനസ്സാക്ഷി കുത്തും ഗിൽറ്റി കോൺഷ്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പാപബോധം എന്ന് പറയുന്ന കാര്യം, മനസ്സാക്ഷി എന്ന് പറയുന്ന കാര്യം മൃഗങ്ങൾക്കില്ലാത്തത് കൊണ്ട്, മൃഗങ്ങൾ ആ രീതി പറയുകയാണെങ്കിൽ ഇന്നസെൻ്റാണ്, നിഷ്കളങ്കരാണ്. അതുകൊണ്ട് ആ നിഷ്കളങ്ക മൃഗത്തിൻ്റെ ബ്ലഡ് അത് നിഷ്കളങ്കമാണ്. ബ്ലഡിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. ആ നിഷ്കളങ്ക മൃഗത്തിൻ്റെ നിഷ്കളങ്കമായ ബ്ലഡ് അത് നിങ്ങളുടെ പാപത്തിന് വേണ്ടി നിങ്ങൾ ചൊരിയുകയാണെങ്കിൽ ആ മൃഗത്തിനുള്ള വില നിങ്ങൾ കൊടുക്കണം. ആ മൃഗം നിങ്ങൾക്ക് പകരമായിട്ട് യാഗമായി തീരുകയാണ്. ആ പാപത്തിൻ്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വരുന്നതിന് പകരം മൃഗത്തിൻ്റെ മേൽ വരികയാണ്. മൃഗത്തിൻ്റെ മേലെ പാപമൊന്നും വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വരേണ്ട ആ ശിക്ഷ മൃഗം ഏറ്റെടുക്കുന്നു. ശിക്ഷ മാത്രമാണ് മൃഗം ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ആ ഇന്നോസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ബ്ലഡ്, അതിനകത്ത് ജീവനുണ്ട്. ആ ജീവനുള്ള ബ്ലഡ് പാപം മരണത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാപം ഉണ്ടെങ്കിൽ നിങ്ങൾ മരണത്തിലാണ് നിൽക്കുന്നത്, അഥവാ ശാപത്തിന് കീഴിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മേലെ ആ ജീവൻ ഉള്ള ബ്ലഡ് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടതായിട്ട് ദൈവം കണക്കാക്കും. അങ്ങനെയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഒരാൾ ഒരു മോഷ്ടാവാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വിചാരം ചെയ്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഇനി സാമൂഹികമായിട്ട് തന്നെ ഇവർ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള നിലയിലുള്ള യാഗങ്ങളും ബലികളുമാണ് അർപ്പിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ആ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ ആ പുസ്തകത്തിനകത്ത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഓരോ ബലികളൊക്കെ അർപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും
ആ മൃഗത്തിൻ്റെ രക്തം അവിടെ മേലെ തളിച്ചിട്ട് ദൈവം പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം പറയാണ്, നിങ്ങളുടെ പാപം ഞാൻ ക്ഷമിക്കുകയാണ്, കാരണം നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഈ മൃഗത്തിൻ്റെ മേലെ വന്നു. എന്നാൽ ആ മൃഗബലിക്കൊക്കെ ഒരു പരിധി വരെ മാത്രമേ പാപക്ഷമ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൃഗത്തിൻ്റെ ബലി കൊണ്ട് ഇവരുടെ പാപം ശുദ്ധീകരിക്കാനായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഇവർക്കാർക്കും യഹൂദന്മാരുടെ ആ ദൈവാലയത്തിൻ്റെ ഏറ്റവും അകത്തെ സ്ഥലത്തേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകാനുള്ള അനുവാദം ദൈവം കൊടുത്തില്ല. അവിടെ ഒരു മറ വെച്ചിരിക്കുകയാണ്. ആ മറ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സാക്ഷി പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണ് ഓരോ വർഷം കൂടുമ്പോൾ ആ മൃഗബലികൾ ഇവർക്ക് വേണ്ടി മൊത്തത്തിലായിട്ടും ഓരോ വ്യക്തികളുടെ പ്രത്യേക പാപങ്ങൾക്കായിട്ടും അർപ്പിക്കേണ്ടി വരുന്നത്. ഇവിടെ മനസ്സാക്ഷി പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ ഈ മൃഗബലി കൊണ്ട്, ആ രക്തം കൊണ്ട്, പിന്നെ മനസ്സാക്ഷി പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ പിന്നെ ഇവർക്ക് ദൈവത്തെ ഡയറക്റ്റായിട്ട് ആരാധിക്കാം. ദൈവത്തെ ഇവർ മുഖാമുഖമായി കാണുന്നതിന് തടസ്സമായിട്ടൊന്നുമില്ല. പക്ഷെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ആണ്ടുതോറും ഇവർ പാപമോചനത്തിന് വേണ്ടിയുള്ള ബലികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഇവർക്ക് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകാനുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് മഹാപുരോഹിതന് വർഷത്തിലൊരിക്കൽ മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവനും പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ഇരുട്ടാണ്. ചില ആളുകൾ പറയുന്നത് അവിടെ ഇരുട്ടുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പാപമാണ്. അതിവിശുദ്ധ സ്ഥലത്തെ, യഹൂദന്മാരുടെ ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് പാപമാണെന്ന് പോലും. അവിടെ പാപമാണ്. ആ പാപം അങ്ങനെ വളരെയധികം വർദ്ധിച്ച സമയത്ത് ദൈവത്തിൻ്റെ കൃപ, അതൊരു കൃപാസനം എന്ന പേരും ആ സ്ഥലത്തിലുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് അതിനെ കൃപാസനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് വർദ്ധിക്കുന്നു. പാപമുണ്ട്, അതാണ് ഇരുട്ട്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ കൃപ അധികമായി വർദ്ധിക്കുന്നു. ദൈവം പാപങ്ങളെ ക്ഷമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഇരുട്ട് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ മേലെ ദൈവം എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഇട്ടു. ആ പാപങ്ങൾ ഇട്ടിട്ട് പാപിയായി തീർന്ന യേശുവിനെ ദൈവത്തിന് നോക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ ഒരു വ്യാഖ്യാനമാണ്. ഈ രണ്ട് വ്യാഖ്യാനവും തെറ്റാണ്. യേശുക്രിസ്തുവിൻ്റെ മുകളിൽ എല്ലാ മനുഷ്യരുടെയും പാപം ദൈവം ഇട്ടിട്ടില്ല. ദൈവം യേശുക്രിസ്തുവിൻ്റെ മുകളിൽ വരുത്തിയത് മനുഷ്യരുടെ പാപത്തിൻ്റെ ക്രോധമാണ്. ദൈവക്രോധം അഥവാ ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച ശിക്ഷയാണ് യേശുവിന് മുകളിൽ വന്നിരിക്കുന്നത്. അല്ലാതെ യേശുവിന് മുകളിൽ മനുഷ്യൻ്റെ പാപമൊന്നും ദൈവം ഇട്ടിട്ടില്ല. ഇനി യേശു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് യഹൂദന്മാർ, റോമക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി മനുഷ്യൻ്റെ മുഴുവൻ വെറുപ്പും അവനെതിരെ വരികയാണ്. ഈ വെറുപ്പ് കണ്ടിട്ട് ദൈവത്തിൻ്റെ ക്രോധം വരികയാണ് മാനവരാശിക്കെതിരെ. ആ ദൈവത്തിൻ്റെ ക്രോധവും മനുഷ്യൻ്റെ വെറുപ്പും തമ്മിലുള്ള അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു നടുക്ക് നിന്നിട്ട് ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യർക്ക് വേണ്ടി ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മനുഷ്യരുടെ വെറുപ്പും അബ്സോർവ് ചെയ്യുന്നു, ദൈവത്തിൻ്റെ ക്രോധവും അബ്സോർവ് ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ശിക്ഷയായ മരണം അവൻ്റെ മേൽ ഏറ്റെടുത്തിട്ട് അവൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവമാണല്ലോ, ദൈവത്തിൻ്റെ മകനെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ അതാണല്ലോ ക്ലെയിം ചെയ്തത്. ദൈവത്തിന് സമനായിരിക്കുന്ന ദൈവത്തിൻ്റെ മകൻ അവിടെ നിന്നുകൊണ്ട് പറയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. ഞാൻ മെഷിയാണ്, ഇവരെ രക്ഷിക്കാൻ വന്ന വ്യക്തിയാണെന്ന് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ ഇവരൊരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു എന്ന് യേശു പറയണം. അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. അപ്പോൾ ഇവരുടെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഒരുമിച്ച് യേശു ക്ഷമിക്കുകയാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, ദൈവപുത്രൻ എന്നുള്ള നിലയ്ക്ക്. അതാണ് ആ പ്രത്യേക പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യത. ഇനി അവൻ പുതിയ ആദമാണ്. ആദാമിനെ പോലെ വിശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ. അവൻ ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവുമാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ് അവൻ, ഇസ്രായേലിൻ്റെ മെഷിയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവും മാനവരാശിയുടെ മുഴുവൻ അതോ ആദാമിൻ്റെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് നിന്നുകൊണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് പറയാണ്, പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പാപം മൂലമാണ് മനുഷ്യനെ ദൈവം കൈവിട്ടത്. ആ കാര്യം പറയുകയും എങ്കിലും എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. അവൻ്റെ ആത്മാവിനെ അവൻ ഭരമേൽപ്പിക്കുമ്പോൾ അവൻ മുഴുവൻ ആദാമിയ സൃഷ്ടിയെയും ഇസ്രായേലിനെയും ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. കാരണം അവൻ ഇസ്രായേലിൻ്റെയും ആദാമിയ സൃഷ്ടിയാകുന്ന മാനവരാശിയുടെയും